ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഒരു സ്മോൾ ട്രിപ്പിന് പോകാം കേട്ടോ, പാലക്കാട് കോയമ്പത്തൂർ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. 2 മണിക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ടോപ്പിൻ ടൗൺ, പാലക്കാടത്തെ ടോപ്പിൻ ടൗണിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, ഇക്ക വാങ്ങിയത് നോൺ വെജ് മീൽസാണ്, ഞാൻ വാങ്ങിയത് വെജ് മീൽസാണ് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു, വയറ് നിറഞ്ഞ് നമുക്ക് കഴിച്ച്. നമ്മൾ കോയമ്പത്തൂർ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടാ. അപ്പോൾ അവിടുന്ന് ഒരു പേരയ്ക്ക് വാങ്ങി കഴിച്ച്. ഈ ഒരു വീഡിയോ എടുക്കുന്നത് പറയുമ്പം അവർക്ക് ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ അങ്ങനെ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ മോളിലേക്ക് പോയിട്ടാ. മോളിലേക്ക് പോയി മാസത്തിലൊരു പ്രാവശ്യം എന്തായാലും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകും. അത് അടുത്ത് നമ്മുടെ മലമ്പുഴ ഡാമോ കവയോ അങ്ങനെ എന്തെങ്കിലും പോകും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ തിരിച്ചൊക്കെ വരും കേട്ടോ. പുറത്ത് പോയാൽ എനിക്ക് കെൻസാനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. സഞ്ജുക്കാനൊക്കെ നോക്കും, സഞ്ജുക്ക കെൻസാനെ എടുത്തിട്ട് പോകും, എടുക്കും. അതാണല്ലോ മെയിനായിട്ട് വേണ്ടത്. കെൻസുമാനെ നോക്കും. ഇപ്പോൾ കെൻസു ഇങ്ങനെ എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ലിഫ്റ്റിലൊക്കെ ഇങ്ങനെ കയറുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ കൂടുമ്പോൾ ഇങ്ങനെ നോക്കണം, എന്താ ഇത് സംഭവം, എന്താ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ലിഫ്റ്റിൽ നിന്ന് പോവാം, മുകളിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഇവിടെ ആദ്യം ഒരു പ്രാവശ്യം കൂടി വന്നിട്ടുണ്ട്, കല്യാണത്തിന് പുതുക്കത്ത്, അതായത് നമ്മൾ ഹണിമൂൺ ഫേസിൽ വന്നിട്ട് ഇവിടെ മേലെ സ്നോ സിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കണ്ണട കണ്ടപ്പോൾ കണ്ണടയും വാങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഞാൻ അടുത്ത് പോകുന്നു പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് ഇക്കം കണ്ട പുറത്ത് പോകുന്നില്ല, അടുത്ത് എവിടെയോ പോകുന്നിട്ടൊരു നോർമൽ ലുക്കിലാണ് കേട്ടോ ഉള്ളത്. നല്ല ബിഗ്ഗസ്റ്റ് മോൾ, നല്ല വലിയൊരു മോളാണ് കേട്ടോ. 3 നിലയായിട്ടുണ്ട്. നടന്നാലും തീരൂല. അപ്പം അടിപൊളി മോളായിരുന്നു കേട്ടോ. അപ്പം അവിടെ ഇത് കണ്ടോ, ഒരു ചെറിയ റെയിൽ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല ടോയ് റെയിൽ. അപ്പം കെൻസോ ഞാനും വളരെ എക്സൈറ്റഡ്. കെൻസിനാൻ കാട്ടിയ സന്തോഷം എനിക്കായിരുന്നു കേട്ടോ. ഇങ്ങനത്തൊക്കെ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനല്ല, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ 8 റൗണ്ട് ആട്ടോ ഇവർ അടുപ്പിക്കുക. പെർ ഹെഡിന് 100 റുപ്പീസാണ്. കെൻസാക്ക് അവർ ചാർജ് ചെയ്തിട്ടില്ല, എനിക്ക് മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് 8 റൗണ്ട് വരെ അടുപ്പിച്ചു. സന്തോഷം കൊണ്ട് തുള്ളാനും ചാടാനും ഒക്കെ പറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എത്തിയെന്നാണ് വലിയൊരു കാര്യം. കാണുമ്പോൾ ചെറുതാണെങ്കിൽ ഉള്ളിൽ കയറുമ്പോൾ നല്ല സ്പേസ് അതന്നെ അതായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പോയി നമുക്കൊരു ഐസ്ക്രീം കഴിക്കണം എന്നിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡോമിനോസ് പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി. ഐസ്ക്രീം വാങ്ങുമ്പം എൻ്റെ കണ്ണ് മുഴുവൻ ഇവിടെയാണ്, കളർ ബാറിൽ. അപ്പം മേക്കപ്പ് സാധനങ്ങൾ കാണുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പെൺകുട്ടികൾ അട്രാക്റ്റീവ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു മിറർ കണ്ടപ്പം ഞാൻ എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഫൈനൽ ഫോക്കസൊക്കെ ആയിട്ട് അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങണം എന്നിട്ട് എൻ്റെ മനസ്സിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ വാങ്ങിയില്ല, എൻ്റെ അടുത്ത് ഓൾറെഡി പ്രോഡക്റ്റ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ നെയിൽ ആർട്ട് ചെയ്യുന്നവിടൊക്കെ പോയി കുറേ സമയം നോക്കി നിന്ന് ചോദിച്ചപ്പം 5000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ സൂട്ട് അടിച്ചു കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ പാർക്കിലേക്കാട്ടാണ് പോയത്. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കാറ്റും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ മെയിനായിട്ട് കോയമ്പത്തൂർ പോയത് നമ്മളെ കോയമ്പത്തൂർ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. അവിടെ ആബിദ ബിരിയാണി അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാനായിട്ടാണ് നമ്മൾ അവിടേക്ക് പോയത്. അപ്പോൾ അവിടെ രാത്രി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നാണ് പ്ലാൻ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇവിടെ ഈ പാർക്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് കെൻസിനൊക്കെ കളിപ്പിച്ചിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പോലീസ് വരുന്നൊരു രീതി, പോലീസല്ല സെക്യൂരിറ്റി വരുന്നൊരു രീതി നല്ല അടിപൊളിയായിട്ടില്ലേ. ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ കുറേ സമയം ഇരുന്ന് സമാധാനത്തിൽ. കെൻസു ആണെങ്കിൽ ഒരു നിമിഷം ഒരു സെക്കൻഡ് നിൽക്കുന്നില്ല, അവൾക്ക് എന്തൊക്കെയോ ചെയ്യണം, വള്ളത്തിൽ ചാടണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്ക അവളെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്ക ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് ദ ഫേമസ് ആബിദ ബിരിയാണിയിലേക്കാണ് കേട്ടോ. ആബിദ ഹോട്ടലിലേക്കാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ രണ്ടാളും ബീഫ് ബിരിയാണിയും ബീഫ് റോസ്റ്റും ചിക്കനൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വന്നിട്ടാ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ കമൻ്റ് ഇടുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻ്റ് ഇടുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.